ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ ഇൻഡിജേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോകണം. ഏതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആണോ എന്ന്. ഏതായിരിക്കും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി? ഇപ്പം മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എ ഇൻറ്റു ബി ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി ഇൻറ്റു സി ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത ആയിരിക്കണം. നമുക്ക് ആദ്യത്തെ ചെയ്ത് നോക്കാം. ഒന്ന് 5 ഇൻറ്റു -7 ഇൻറ്റു -8 തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം ആരെ തമ്മിൽ അസോസിയേറ്റ് ചെയ്തു? ഈ രണ്ടെണ്ണത്തിന് അസോസിയേറ്റ് ചെയ്യണേ. അപ്പൊ ആദ്യം 5 അതുപോലെ തന്നെ എഴുതി. ബ്രാക്കറ്റിൽ കിടക്കുന്ന 2 പേരെ ഇപ്പം 2 മൈനസ് മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ എന്ത് ചെയ്യും മക്കളെ? മൾട്ടിപ്ലൈ ചെയ്തിട്ട് സൈനായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും അല്ലേ? 56 ആണ്. അപ്പൊ പ്ലസ് 56 ആയി. ആൻസർ എത്രയാണ്? 56 ഇൻറ്റു 5 280. രണ്ടും പ്ലസ് ആണ്. പ്ലസ് 280 കിട്ടി. നമ്മൾ തിരിച്ചു അസോസിയേറ്റ് ചെയ്യാൻ പോവാ. ആരൊക്കെ? ആദ്യത്തെ രണ്ടെണ്ണത്തിനെ അസോസിയേറ്റ് ചെയ്യുവാണ്. ഇൻറ്റു -8 ഇവർ തമ്മില് 7 ഇൻറ്റു 5 35 പ്ലസ് 5ഉം -7. ഒരു പ്ലസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ ആൻസർ എന്നായിരിക്കും? സൈൻ മൈനസ്. അപ്പൊ -35 ഇൻറ്റു -8. ഇനി 35ഉം 8ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തേ 4 24 കണ്ട. 2 മൈനസ് എന്നായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. രണ്ട് സെയിം ആണ്. അപ്പൊ അസോസിയേറ്റീവ് ആണല്ലേ? ഒരെണ്ണം കൂടെ ചെയ്താലോ? -4 ഇൻറ്റു -8 ഇൻറ്റു -5 ആണ്. നമുക്ക് എൻ്റെ ആൻസർ എഴുതാം. ഇസ് ഈക്വൽ ടു -4. ബ്രാക്കറ്റ് വെളിയിലാണ്, അത് അതുപോലെ എഴുതി. ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളവരൊന്ന് ചെയ്തേ. ഓക്കെ, 2 മൈനസ് ആണ്. 2 മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്നാവും? ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 40. 2 മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പ്ലസ് ആകും അല്ലേ? ഇവിടെ നോക്കിയേ, ഒരു പ്ലസ്. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ വരണം. ആദ്യം മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സൈൻ നോക്കാൻ പോയാൽ മതി. പക്ഷെ അഡീഷണൽ സബ്ട്രാക്ഷൻ ആണെങ്കിൽ കൂട്ടത്തിൽ സൈൻ നോക്കി പോയാലേ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകത്തുള്ളൂ. അഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ? പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് ചുമ്മാ ചെയ്തു പോയിട്ട് അങ്ങ് ഡിവിഷൻ അതുപോലെ ചെയ്തു പോയിട്ട് സൈനും കൊടുത്താൽ മതി. ഇവിടെ ഒരു പ്ലസും ഒരു മൈനസും. അപ്പൊ എന്നാ വരും? 160 ആണ് ആൻസർ. ആൻസർ പ്ലസും മൈനസും വരുമ്പോൾ ആൻസർ -160. ഇനി തിരിച്ചൊന്ന് അസോസിയേറ്റ് ചെയ്തേ. -4ഉം -8ഉം കൂടെ അസോസിയേറ്റ് ചെയ്യുന്നു. ഇൻറ്റു -5. ഓക്കെ, ഇവിടെ നോക്കാം. ആൻസർ എന്നായിരിക്കും? ആദ്യം 8 ഇൻറ്റു 4 32 ആണ് ആൻസർ. അതിനുശേഷം ഇതെന്താണ്? 2 മൈനസ് വരുമ്പോൾ എന്നാവും മക്കളെ? അത് പ്ലസ് 32 ഇൻറ്റു -5. ഇനി ഇവരെ മൾട്ടിപ്ലൈ ചെയ്തേ. 60. ഒരു പ്ലസും മൈനസും ആകുമ്പോൾ ആൻസർ -160. അപ്പൊ സെയിം ആ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്നാ എഴുതാം? ഇൻഡിജേഴ്സ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ് എന്ന് നമുക്ക് എഴുതാം അല്ലേ? ഇത് അസോസിയേറ്റീവ്. ഓക്കെ, അപ്പൊ ഇവർ അസോസിയേറ്റീവ് വന്ന് പഠിച്ചു. ഇനി ഒരാളുകളുണ്ടല്ലോ, ഡിവിഷൻ ആവുമോ? നമുക്ക് നോക്കിയാലോ. ഡിവിഷൻ വരുമോ നമുക്ക് നോക്കാം. വരുവാണെങ്കിൽ 2 എക്സാമ്പിൾ എണ്ണം ചെയ്യാം. വരത്തില്ലെങ്കിൽ ഒരെണ്ണത്തെ നിർത്താം. വെറുതെ എന്തിനാ സമയം കളയുന്നല്ലേ നമ്മുടെ? അല്ലെന്ന് മനസ്സിലായാൽ പോരെ. അത് ഡിവിഷൻ ഒരു എക്സാമ്പിൾ ആണ്. -10 ഡിവൈഡഡ് ബൈ 2. -10 ആദ്യം ഇവരെ തമ്മിൽ അസോസിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ -5. വേണ്ട, നിങ്ങൾക്ക് സംശയം വരണ്ട. ആദ്യം ഇവരെ തമ്മിലല്ല, ആദ്യം ഇവരെ തമ്മിൽ അങ്ങ് അസോസിയേറ്റ് ചെയ്ത് നോക്കാം. എപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. അതിന് ശേഷം ഇവരെ അസോസിയേറ്റ് ചെയ്യാം. ഇവിടെ നോക്കിയേ, -10 അതുപോലെ എഴുതി. ഡിവൈഡഡ് ബൈ, ഇവിടെ നോക്ക് 2 ഡിവൈഡഡ് ബൈ -5. നമുക്ക് 2നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ മക്കളെ? പൂർണ്ണമായിട്ടുള്ള സംഖ്യ കിട്ടുമോ? ഒരു ഹോൾ നമ്പർ കിട്ടുമോ? ഇല്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് അതിനെ ഞാൻ എന്നെ എഴുതാൻ പോവാ, ഇങ്ങനെ എഴുതാൻ പോവാ കേട്ടോ. 2 ബൈ -5. നിങ്ങൾ പഠിക്കാനുള്ളതെന്നല്ല, നമ്മൾ ചെയ്ത് കാണിക്കുവാണ്. അപ്പൊ നോക്കി, ഇവിടെ ഒരു ഫ്രാക്ഷനും ഇവിടെ ഒരു സംഖ്യ. ഇപ്പൊ ഫ്രാക്ഷനിൽ നമുക്ക് ഡിവിഷൻ ഉണ്ടോ? ഇല്ല. നമ്മൾ എന്താ ചെയ്യും? റെസിപ്രോക്കൽ കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? അപ്പൊ -10 അതുപോലെ എഴുതി. ഇവിടുന്ന് മാറുവാണ്. ഇൻറ്റു ഇവര് തിരിഞ്ഞു വരും. -5 ബൈ 2. കണ്ടോ? ഇവിടെ 10ന്റെ അടിയിൽ ഒന്നും ഇല്ലെന്ന് വിചാരിക്കേണ്ട, 1 ഉണ്ട്. ഓക്കെ, ഇനി
ക്യാൻസൽ ചെയ്തുണ്ട്. ഇത് 5 അല്ലേ. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് ഇനി മൾട്ടിപ്ലിക്കേഷൻ അല്ലേ വരുന്നുള്ളൂ. 25 2 മൈനസ് ആകുമ്പോൾ പ്ലസ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ ചെയ്ത് നോക്കാം. -10 ഡിവൈഡഡ് ബൈ 2 ഇങ്ങനെ ഡിവൈഡഡ് ബൈ -5 ഇങ്ങനെ ചെയ്തേ. ഓക്കെ, ഇവിടെ നമുക്ക് ഓൾറെഡി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫ്രാക്ഷൻ ആക്കേണ്ട ആവശ്യമില്ല. 10 ഡിവൈഡഡ് ബൈ 2 ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഇതിൽ നമുക്ക് എഴുതാമല്ലോ 10 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ -5 എന്ന് എഴുതിക്കേ. ഇത് ക്യാൻസൽ ആയി പോകും അല്ലേ. 5 കണ്ടോ, 5 ഡിവൈഡ് ബൈ 5 എത്രയാണ്? 1 ആണ്. അപ്പൊ ഇത് എഴുതുമ്പോൾ എങ്ങനെ വരുന്ന അറിയാവോ? 5 ഡിവൈഡഡ് ബൈ -5 എന്നാണ് വരുന്നത്. അപ്പൊ ഇത് ക്യാൻസൽ ആയി പോയി. ആൻസർ 1 ആണ്. ഒരു മൈനസ് സൈൻ ഉണ്ട്, അതുകൊണ്ട് അത് എത്രയായിരിക്കും ആൻസർ? -1. അപ്പൊ ഈക്വൽ ആണോ? അല്ലല്ലോ. ഇവിടെ ഡിവിഷൻ ഇട്ട് കഴിഞ്ഞാല് ഈക്വൽ ആണോ? അപ്പൊ എന്നാ എഴുതാം? ഇന്റിജേഴ്സ് അണ്ടർ ഡിവിഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ്. ഇപ്പൊ പഠിച്ചില്ല മക്കളെ? ഇൻഡിജേഴ്സ് ഹോൾ നമ്പേഴ്സും അതുപോലെ തന്നെയാണ് കേട്ടോ. ഹോൾ നമ്പേഴ്സ് ഇൻഡിജേഴ്സും അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയില്ല. അഡീഷനും മൾട്ടിപ്ലിക്കേഷനും മാത്രമേ അവർ അസോസിയേറ്റീവ് ഉള്ളൂ. മറ്റേ സബ്ട്രാക്ഷനും ഡിവിഷനും അസോസിയേറ്റീവ് അല്ല. മനസ്സിലായോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ മക്കളെ. സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്ത് അങ്ങ് പോകും കേട്ടോ. മക്കളെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ കാണണം. തന്നെ എപ്പോഴും പറയുന്നത് തന്നെ ചെയ്ത് നോക്കണം. എവിടെ തെറ്റ് സംഭവിക്കുന്നത് തിരുത്തി പോണം. ഓക്കെ മക്കളെ, ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യാം കേട്ടോ. താങ്ക് യു.